മനുഷ്യക്കടത്തിനിരയായി റഷ്യയിൽ കുടുങ്ങിയ ഒരു മലയാളി കൂടി തിരിച്ചെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യനാണ് ഇന്ന് പുലർച്ചെയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് പ്രിൻസിന് മടങ്ങിയെത്താൻ യാത്രാരേഖ ലഭിച്ചത്. ഏജന്റാണ് ചതിച്ചതെന്നും ഭാഷയറിയാതെ റഷ്യൻ ഉടമ്പടിയിൽ ഒപ്പിട്ടതാണ് കുരുക്കായതെന്നും പ്രിൻസ് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ആക്ന ടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തിന്റെ ഭാഗമായി റഷ്യയിൽ അകപ്പെട്ടുപോയ പ്രിൻസ് സെബാസ്റ്റ്യന്റെ വീട്ടിലാണ്. നമുക്ക് പ്രിൻസിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു അവിടുത്തെ അനുഭവം, എന്തൊക്കെ അനുഭവിച്ചു എന്ന കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പ്രിയൻ എന്നുള്ള ഒരാളുണ്ടായിരുന്നു, ഏജന്റ്. അങ്ങനെ 7 ലക്ഷം രൂപ കൊടുത്താണ് നമ്മൾ റഷ്യയിലോട്ട് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഒരാളൊന്ന് പിക്ക് ചെയ്ത്. അങ്ങനെ മലയാളി ആണ്, അലക്സ് ആണ് പേര്. അങ്ങനെ നേരെ ഞങ്ങളുടെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരെ വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് അപ്പോൾ ഞങ്ങളുടെ ഫോണും പാസ്പോർട്ടും അവർ വാങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ. പിന്നെ 20 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ ഉക്രൈനിലോട്ട് കൊണ്ടുപോയി. പിന്നെ വാറിന് പോയപ്പോൾ ടിനുവും വേറെ ഗ്രൂപ്പിലോട്ട് പോയി. ഞാനും വിനീതും ഒരു ഗ്രൂപ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് പോയ ഫസ്റ്റ് ദിവസം എനിക്ക് ഇഞ്ചുറി പറ്റി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലായി. അവിടെ എപ്പോഴാണ് മനസ്സിലാക്കിയത് അതൊരു ചതിയാണ് എന്ന സത്യം? ക്യാമ്പിലോട്ട് പോയ ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലായി ചതിയാണ്. ഫോണും നമ്മുടെ പാസ്പോർട്ടും വാങ്ങിച്ചു വെച്ചു. അപ്പോഴാണ് മനസ്സിലായ ഇവിടെ ഫുള്ള് ആർമിക്കാർ കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലായി ഒരു ഏജന്റ് ചതിക്കപ്പെട്ടതാണോ. എങ്ങനെയാ നാട്ടിലേക്ക് എത്താൻ സാധിച്ചത്? എംബസി സഹായിച്ചു, പിന്നെ മുരളീധരൻ സാർ സഹായിച്ചു. എല്ലാവരുടെ സഹായം ഉള്ളതുകൊണ്ട് എത്താൻ സഹായി. അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് ആണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. പ്രിൻസ് ആണ് റിപ്പോർട്ടറിനോട് സംസാരിച്ചത്. ആജ്ഞ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ.